1991, അതായത് 33 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഒരു ചിത്രവുമായി മമ്മൂക്ക എത്തി. അത് ബോക്സ് ഓഫീസ് തൂത്തുവാരി. നമുക്കെല്ലാവർക്കും അറിയുന്ന അമരം. അപ്പോൾ പറഞ്ഞു വരുന്നത് അമരം എന്ന ചിത്രത്തെക്കുറിച്ചല്ല, ഈ അമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹോട്ടലിനെ കുറിച്ചാണ്, അവിടുത്തെ കുറച്ച് ഭക്ഷണ വിശേഷങ്ങളെ കുറിച്ചാണ്. എവിടെയെന്നല്ലേ, ഇത് കണ്ടില്ലേ, അമരം, ഒരു മീൻ രുചിക്കഥ. ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് അയല, നെമ്മീന്, കൊഞ്ച്, ചാള, ചൂര. അതെ, മത്തിയല്ല, ചാളയാണ്. ചാള, പിന്നെ ചൂര, വെള്ളച്ചൂര. ചാള ഒരു 4 പീസ് 100 റുപ്പീസാണ്. എല്ലാം തവ ഫ്രൈ ആണ്. ഡീപ് ഫ്രൈ ഇല്ല. നോർമലി നമ്മളൊരു 12:30 ആകുമ്പോൾ ലഞ്ച് തുടങ്ങും. നമ്മുടെ ലഞ്ചിൽ ഒരു അത്യാവശ്യം നല്ല വിഭവങ്ങളാണ്. എന്ന് വെച്ചാൽ നല്ല വെജിറ്റേറിയൻസിനും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു അച്ചാറുണ്ടാവും, ഒരു തോരൻ, ഒരു അവിയൽ, ഒരു മെഴുക്കുവരട്ടി, ഒരു ചമ്മന്തി, പിന്നെ കപ്പ. അതിൻ്റെ കൂടെ നമ്മൾ ഫിഷ് ഫ്രൈ, സാമ്പാർ പുളിശ്ശേരി സെപ്പറേറ്റ്. വിത്ത് മീൻകറി, ഫിഷ് കറിയും കൂടെ ആഡ് ആവും. അപ്പോൾ വിത്ത് ഫിഷ് കറി മീൽസ് 100 റുപ്പീസ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പം, മുട്ട റോസ്റ്റ്, പിന്നെ പുട്ടും മീൻകറി, അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഒന്ന് കുറച്ച് ട്രിവാൻഡ്രത്തുകാർക്ക് കുറച്ച് നമ്മൾ ആ മലബാർ സ്റ്റൈലും കൂടെ ഒന്ന് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് ഇല്ല, നമ്മൾ ലഞ്ചോട് കൂടി നിർത്താം. മീറ്റ് ഐറ്റം ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അമരം പോലെ തന്നെ ഫുൾ ഫിഷ്. അതെ. ഇതാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മസാല. ഇത് നമ്മൾ ഓൾറെഡി ഇതിനെ നമ്മൾ ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെക്കും. ഇത് ഓൾറെഡി പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇത് എണ്ണയിലിട്ട് വഴറ്റി കുക്ക് ചെയ്ത് വെക്കും. ഇത് നമ്മൾ ഈ മീനിൽ ആദ്യം ഈ മസാല നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം, സാധാ മസാലത്തിന് ശേഷം പിന്നെ കോട്ട് ചെയ്യുന്ന മസാലയാണ് ഇത് കുറച്ച് ജ്യൂസി ആവാൻ വേണ്ടി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ സ്പൈസി, ഒരു സെമി സ്പൈസി. നമുക്ക് ഈ പേര്, ഈ അമരം എന്നുള്ള പേര് സെലക്ട് ചെയ്യാൻ വലിയ കാരണം ഈ സിനിമ എന്നൊരു സിനിമയല്ല, ഞാനും എനിക്കൊരു പാർട്ട്ണർ കൂടെ ഉണ്ട്, റഫീഖ്. ഞാനും റഫീഖ് കൂടെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു കൺസെപ്റ്റ് ആലോചിച്ചത്. അപ്പം നമ്മൾ രണ്ടുപേരും ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പെട്ടെന്നൊരു പേര് വേണമല്ലോ. നമ്മളിങ്ങനെ ആലോചിച്ച് വന്നപ്പം അമരം ആയാലോ, മമ്മൂക്കയുടെ പേര് വെച്ച് തന്നെ ഒരു ഹോട്ടൽ ആക്കാമല്ലോ എന്നിങ്ങനെ മനസ്സിലൊരു പെട്ടെന്ന് തോന്നി. നമ്മൾ രണ്ടും കൂടെ ആലോചിച്ചു. കാരണം നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഫുഡ് നോക്കുമ്പോൾ അമരം പെർഫെക്റ്റ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ എത്രയോ, ഇപ്പോൾ ഒരു 1 മന്ത് ആവും. അതെ, കൊഞ്ച് തീയല. അതെ, മുരിങ്ങക്കായ ഇടും, പിന്നെ വെള്ളരിക്ക, ചെറിയുള്ളി. അതെ. ഇത് 100 റുപ്പീസ്. നമ്മളിനി കുറച്ചും കൂടെ മാറ്റാൻ പോവാ. കുറച്ച് ഈ അങ്കമാലി ചെമ്മീൻ കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പരീക്ഷിക്കാനുള്ള പരിപാടിയാണ്. അതെ, റിസർച്ചിലാണ്. അമരം സിനിമ കടലിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഇവിടെ അമരം സിനിമയുടെ പേര് വെച്ച് ഒരു കട കുറേ മീൻ വിഭവങ്ങളുടെ കഥ പറയുകയാണ്. എന്തൊക്കെ തരം മീനാണ് നോക്കി, മത്തിയായി, ചാളയുണ്ട്, അതുപോലെ തന്നെ അയിലയുണ്ട്, കൊഞ്ച് തീയൽ, നെയ്മീൻ, അതുപോലെ തന്നെ ചെമ്മീൻ, പിന്നെ അല്ലാതെ മീൻകറി വേറെ,
അത് മീൻ എല്ലാ ഐറ്റവും ഒന്നും ഡീപ് ഫ്രൈ എണ്ണയിൽ ഡീപ് ഫ്രൈ അല്ല ഒന്നും എല്ലാം തന്നെ തവ സ്റ്റൈലാണ് കാര്യങ്ങൾ. വിളമ്പുന്ന സ്റ്റൈൽ ഒരു വെറൈറ്റി. സാധാ പ്ലേറ്റ്, ആ പ്ലേറ്റിൽ നിന്ന് ഇല വിട്ട് ഇലയുടെ മേലെയാണ് ഭക്ഷണം വിളമ്പുന്നത്. ഇതൊരു ബേക്കറി ജംഗ്ഷൻ പോകുന്നത്. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ജഗതിക്ക് പോകുന്ന വഴി DPA ജംഗ്ഷനിലെത്തും. DPA ജംഗ്ഷനിൽ തന്നെ ഏതോ റൈറ്റ് സൈഡ് തിരുമ്പം തന്നെ കാണാം കട അമര ഹോട്ടലും. വന്നു കഴിഞ്ഞാൽ നല്ല മീനും കൂട്ടി നല്ല അടിപൊളി ഉത്സാഹം കഴിക്കാം. ഓൾറെഡി മുളകും ഇഞ്ചിയും കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് തന്നെ മസാല തേച്ച് ആദ്യം മീൻ ഫ്രൈ ചെയ്യും. ആ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മേലെ അടുത്തൊരു ഫ്രൈ ചെയ്യും. ആ ഫ്രൈ ആണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടാവും. ആ ഫ്രൈയും അത് ഭയങ്കര രസമാണ്. ആ ഫ്രൈ മതി ഇങ്ങനെയുള്ളൊരു സെമി ഗ്രേവി ഐറ്റം. ഇത് മതി ചോറ് കഴിക്കാൻ. അതിങ്ങനെ കൂട്ടി കുഴച്ചിങ്ങനെ ചോറ് ഗംഭീരം. ഈ മസാല കുറച്ചുകൂടി കഴിയും. ആ മതി. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഞാൻ തന്നെ കഴിച്ചിട്ട് വിട്ടേക്കട്ടെ. എല്ലാവരോടും ബൈ.